എല്ലാവർക്കും ശ്രീമാത്സിലേക്ക് സ്വാഗതം. ഇവിടെ 10th പ്രിലിംസിന് ഓഗസ്റ്റ് മാസം 1-ാം തീയതി നടക്കുന്ന 10th പ്രിലിംസിന്, അതായത് കമ്പനി ബോർഡ് LGS, ബെവ്കോ LDC തുടങ്ങിയ എക്സാമുകളിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഉപകരിക്കുന്ന വിവിധ മത്സര പരീക്ഷകൾക്ക് സമാനമായിട്ടുള്ള വിവിധ മത്സര പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ്, അതിൻ്റെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളും ഫാസ്റ്റസ്റ്റ് മെത്തേഡ് ഓഫ് കാൽക്കുലേഷൻസ് ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഏത് സംഖ്യ ഇരട്ടിക്കുമ്പോഴാണ് 64ന്റെ 4 കിട്ടുക? ഏത് സംഖ്യ നമ്മൾ എക്സ് എന്ന് എടുക്കും. സംഖ്യ എക്സ്. അപ്പൊ സംഖ്യ ഇരട്ടിച്ചാൽ എത്ര കിട്ടും? സംഖ്യ ഇരട്ടിച്ചാൽ ഇരട്ടിക്കാന്ന് പറയാൻ 2 ടൈംസ് ആണ്. 2x എന്ന് പറയുന്നത് 64ന്റെ 4 എന്ന് പറയുമ്പോൾ ഇൻറ്റു കൊടുത്താൽ 4 16 4 64. 2x എന്ന് പറയുന്നത് 16 അപ്പൊ എക്സ് കാണാൻ 16 കൂടെ കിടക്കുന്ന 2 വെച്ച് ഹരിക്കുക 8 കിട്ടും. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഏത് സംഖ്യ ഇരട്ടിക്കുമ്പോഴാണ് 64ന്റെ 4 അപ്പൊ സംഖ്യ നമ്മൾ എക്സ് എന്ന് എടുക്കുന്നു, ഇരട്ടിക്കുന്ന സംഖ്യ അപ്പൊ 2x. 64ന്റെ ഇൻറ്റു 4 ഇത് കട്ട് ചെയ്യുമ്പോൾ 16. 2x 16. 2x 16 ആയാൽ എക്സ് എത്ര വരും? എക്സ് സമം 16/2 കൂടെ കിടക്കുന്ന 2 വെച്ച് എനിക്ക് 8 വരും. ഓപ്ഷൻ സി ആണ്. ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ ഏറ്റവും വലിയ 4 അക്ക സംഖ്യ നമ്മൾ കൂട്ടിയാൽ എത്ര കിട്ടുമെന്ന് ചോദിച്ചേക്കുന്നത്. ഏറ്റവും വലിയ 4 അക്ക സംഖ്യ എന്ന് പറയാൻ അത്ര 9 ഇട്ട് കൊടുക്കണം. 4 9 ഇട്ട് കൊടുക്കണം. ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ എന്ന് പറയാൻ 1 ഇട്ടിട്ട് ബാക്കി 0 ഇട്ട് കൊടുത്താൽ മതി. രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10,999. ഓപ്ഷൻ സി ആണ് കിട്ടുക. താഴെ എഴുതിയാൽ കൂട്ടിയാണ്. ഏറ്റവും വലിയ 4 അക്ക സംഖ്യയും ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടുമെന്ന് ചോദിച്ചേക്കുന്നത്. 10,900. ഏറ്റവും വലിയ 4 അക്ക സംഖ്യ എന്ന് പറഞ്ഞാൽ അത്ര 9 ഇട്ട് കൊടുക്കും. ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ എന്ന് പറഞ്ഞാൽ 1 ഇട്ടിട്ട് ബാക്കി 0 ഇട്ട് കൊടുക്കും. എന്നിട്ട് കൂട്ടും. 10,999. ഓപ്ഷൻ സി ആണ് തരും. ഏറ്റവും വലിയ 2 അക്ക സംഖ്യയും ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യയും തമ്മിലുള്ള വ്യത്യാസമായി ചോദിച്ചേക്കുന്നത്. ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ ഏതാ? ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ ഏതാ? 1 ഇട്ടിട്ട് ബാക്കി 0 ഇട്ട് കൊടുത്താൽ 100. ഏറ്റവും വലിയ 2 അക്ക സംഖ്യ, ഏറ്റവും വലിയ 2 അക്ക സംഖ്യ എത്ര? അത്ര 9 ഇട്ട് കൊടുത്താൽ 99. ഇവ തമ്മിലുള്ള വ്യത്യാസം 100-ൽ 99 കുറയ്ക്കുക 1 കിട്ടും. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇവിടെ പകുതിയുടെ പകുതിയെ പകുതി കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? പകുതി എന്ന് പറഞ്ഞാൽ ഹാഫാണ്. പകുതിയുടെ പകുതി എന്ന് പറഞ്ഞാൽ എന്ത് വരും? പകുതിയുടെ പകുതി എന്ന് പറഞ്ഞാല് പകുതിയുടെ പകുതി, അതായത് പകുതിയുടെ ഹാഫ് ഓഫ് പകുതി. പകുതിയുടെ ഇവിടേക്ക് വന്നാൽ ഇൻറ്റു ആണ്. പകുതിയുടെ പകുതി എന്ന് പറഞ്ഞാല് 1/2 ഇൻറ്റു 1/2. ഇതിനെ പകുതിയുടെ പകുതിയെ പകുതി കൊണ്ട് ഹരിക്കുക. അതായത് പകുതിയുടെ പകുതിയെ പകുതി കൊണ്ട് ഹരിക്കുക. പകുതി എന്ന് പറഞ്ഞാൽ അറിയാം എന്തുവരും? 1 × 1/2 × 2. ഗുണിക്കാൻ വന്നു കഴിഞ്ഞാൽ അത് വെറുതെ മുകളിലുള്ളത് ഗുണിച്ച് മുകളിൽ എഴുതുക, താഴെയുള്ള ഗുണിച്ച് താഴെ എഴുതുക. 1 × 1 1/2 × 2 4. അത് ഡിവൈഡഡ് ബൈ 1/2. 2 ഭിന്നസംഖ്യകൾ ഹരിക്കാൻ വന്നാൽ എന്തുകൊണ്ടാണോ ഹരിക്കേണ്ടത് അത് തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. ആദ്യത്തെ പിന്നെ അങ്ങനെ തന്നെ എഴുതാം. 1/4 × 2/1. ഇത് കട്ട് ചെയ്യുമ്പോൾ 2 2s are 4, 2 1s are 2. മുകളിൽ 1 ഉണ്ട്, താഴെ 2 ഉണ്ട്. 1/2. 1 × 1/2 × 1 1/2 ഇട്ട് ഓപ്ഷൻ ബി ആണ് ഉത്തരം. പകുതിയുടെ പകുതി, പകുതി എന്ന് പറഞ്ഞാൽ അറിയാം 1/2 ആണ്. പകുതിയുടെ പകുതി, അതായത് ഹാഫ് ഓഫ് പകുതി. പകുതിയുടെ പകുതി എപ്പോഴും പകുതി എന്ന് പറയുമ്പോൾ ഹാഫാണ്. ഹാഫ് ഓഫ് ഹാഫ്, പകുതിയുടെ പകുതി എന്ന് പറയാൻ 1/2 × 1/2 എത്ര വരും? 1/4 വരും. പകുതിയുടെ പകുതിയെ പകുതി കൊണ്ട് ഹരിക്കുന്നു. പകുതിയുടെ പകുതി 1/2 × 1/2 ഡിവൈഡഡ് ബൈ 1/2. 1/2 × 1/2 എത്രയാണ്? 1/4 ഡിവൈഡഡ് ബൈ 1/2. അതായത് ഏത് 2 ഭിന്നസംഖ്യകൾ ഹരിക്കാൻ വന്നാൽ എന്തുകൊണ്ടാണോ ഹരിക്കേണ്ടത് അത് തിരിച്ചിട്ട് ഗുണിക്കാം. അതായത് 1/4 ഡിവൈഡഡ് ബൈ 1/2 എന്ന് പറയാം 1/4 × 2/1. ഇത് കട്ട് ചെയ്യാം.
2 1s are 2 2s. അപ്പോൾ മുകളിൽ 1 into 1 വരും, താഴെ 2 into 1 വരും, 1/2 വരും. ഓപ്ഷൻ ബി ആണത്തെ. ഇവിടെ ഘടകങ്ങൾ, ഗുണിതങ്ങൾ. ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഫാക്ടേഴ്സ്, ഗുണിതങ്ങളുടെ മൾട്ടിപ്പിൾസ്. ഘടകങ്ങളെന്ന് പറഞ്ഞാൽ ഏതിൻ്റെയൊക്കെ ടേബിൾ ചെല്ലുമ്പോൾ 2 കിട്ടുമോ? അപ്പോൾ 2ൻ്റെ ആണെങ്കിൽ 1ഉം 2ഉം. 10ൻ്റെ ഘടകങ്ങളാണെങ്കിൽ 1ഉം 2ഉം 5ഉം 10ഉം. 2 കൂടുതൽ ഘടകങ്ങളുള്ളവയെ നമ്മൾ ഭാജ്യസംഖ്യകൾ എന്ന് പറയുന്നു. അതായത് 10 ഒരു ഭാജ്യസംഖ്യയാണ്, കോമ്പസിറ്റ് നമ്പറാണ്. 1 ആ സംഖ്യയെ മാത്രം ഘടകങ്ങൾ, 2 ഘടകങ്ങൾ, 1 ആ സംഖ്യയെ മാത്രമേ ഘടകങ്ങളുള്ളെങ്കിൽ നമ്മൾ അഭാജ്യസംഖ്യകൾ അല്ലെ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നു. ഇപ്പോൾ 13 അതിന് 2 ഘടകങ്ങളേ ഉള്ളൂ, 1ഉം 13ഉം മാത്രം. 7 അതിന് 2 ഘടകങ്ങളേ ഉള്ളൂ, 1ഉം 7ഉം മാത്രം. 5 അതിന് 2 ഘടകങ്ങളേ ഉള്ളൂ, ഫാക്ടേഴ്സേ ഉള്ളൂ, 1ഉം 5ഉം മാത്രം. അങ്ങനെയുള്ളവയെ പ്രൈം നമ്പേഴ്സ്, അഭാജ്യസംഖ്യകൾ. അഭാജ്യസംഖ്യകൾ, ഭാജ്യസംഖ്യകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ധാരാളം ചോദ്യങ്ങൾ PSCയിൽ വരാറുണ്ട്. ഇനി ഗുണിതങ്ങളാണെങ്കിലോ 2ൻ്റെ ഗുണിതങ്ങൾ, 2 × 1, 2 × 2, 2 × 3, ആ ഗുണനപ്പെട്ടി ചെല്ലുമ്പോൾ കിട്ടുന്നു. 1 ഗുണിച്ചു, 2 ഗുണിച്ചു, 3 ഗുണിച്ചു, 4 ഗുണിച്ചു, അങ്ങനെ മൾട്ടിപ്പിൾസ് ഗുണിതങ്ങൾ. അപ്പോൾ ഗുണിതങ്ങളും ഘടകങ്ങളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ഘടകങ്ങളാണെങ്കിൽ ഇപ്പോൾ 9 ഒരു ഭാജ്യസംഖ്യയാണ്. കാരണം 9ന് 1, 3, 9 2 കൂടുതൽ ഘടകങ്ങളുണ്ട്, 3 ഘടകങ്ങളുണ്ട്. 4 ഒരു ഭാജ്യസംഖ്യയാണ്. കാരണം 1, 2, 4. ഏറ്റവും ചെറിയ അഭാജ്യസംഖ്യ 2ആണ്. അഭാജ്യസംഖ്യയായിട്ടുള്ള ഒരേ ഒരു ഇരട്ടസംഖ്യ എന്ന് പറയുന്നത് 2ആണ്. ബാക്കിയെല്ലാം ഒറ്റ സംഖ്യകളാണ്. പ്രൈം നമ്പർ, ഏറ്റവും ചെറിയ പ്രൈം നമ്പർ 2ആണ്. 1 ഭാജ്യസംഖ്യയോ അഭാജ്യസംഖ്യയോ അല്ല. 13 ഒരു അഭാജ്യസംഖ്യയാണ്, പ്രൈം നമ്പറാണ്. 1ഉം 13ഉം മാത്രമേ ഘടകമുള്ളൂ. 11 ഒരു അഭാജ്യസംഖ്യയാണ്, 1ഉം 11ഉം മാത്രമേ ഘടകമുള്ളൂ. 10ൻ്റെ ഘടകങ്ങൾ ചോദിച്ചാൽ 1, 2, 5, 10. ഇതിൻ്റെ എല്ലാം ടേബിൾ ചെല്ലുമ്പോൾ 10 കിട്ടും. അതുകൊണ്ടൊരു ഭാജ്യസംഖ്യയാണ്, കോമ്പസിറ്റ് നമ്പറാണ്. 10ൻ്റെ ഗുണിതങ്ങൾ ചോദിച്ചാൽ 10 × 1, 10 × 2, 10 × 3, 10 × 4 അങ്ങനെ അങ്ങോട്ട് പോകും. 10, 20, 30, 40 അങ്ങനെ അങ്ങോട്ട് പോകും. 2ൽ കൂടുതൽ ഘടകങ്ങളുണ്ടെങ്കിൽ അത് ഭാജ്യസംഖ്യ. 2 ഘടകങ്ങൾ മാത്രം, ആ സംഖ്യ 1 മാത്രം ഘടകങ്ങളുണ്ടെങ്കിൽ അത് അഭാജ്യസംഖ്യ, പ്രൈം നമ്പർ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക. 2400 പരം PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ശ്രീമാത്സിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തുടർന്നും ധാരാളം ഇതുപോലെയുള്ള വീഡിയോസ് ശ്രീമാത്സിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ വരുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.